ഇത് ഇത് വള്ളിക്ക് കൂട്ടീനാണ്. വള്ളിന്ന് ഇപ്പോൾ അതിന് പ്രായം കഴിഞ്ഞപ്പോൾ ഈ കാളപ്പൂട്ടിക്ക് കടന്നത്. വള്ളിപ്പൂട്ടാൻ്റെ ഒരു പൂട്ടുണ്ട്, ചെറിയ കുട്ടികളെ പൂട്ടിൽ വള്ളിപ്പൂട്ടില്ല. അതിന് ഇതിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളൂ. ജൂനിയറിന് സീനിയർക്ക് കടന്നിട്ടുള്ളൂ. ഇത് വള്ളിക്ക് കപ്പൊക്കെ എടുത്ത മുരിയാണ്. ഇത് പുതിയത് വന്നതാണ്. ഇത് പുതിയത് വന്നിട്ട് നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് വന്നതാണ്. പൂട്ടിയത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പൂട്ടിയത്? പൂട്ടി ഒരു 4 കണ്ടം പൂട്ടിയിട്ടുള്ളൂ. നോമ്പിൻ്റെ മുമ്പ് ഒരു കണ്ടം, ഇപ്പം നോമ്പ് ഞാൻ 3 കണ്ടം പൂട്ടി. അത് കഴിഞ്ഞ ബുധനാഴ്ച വന്നതാണ്. 2 പൂട്ടേ ഇപ്പോൾ പൂട്ടിയിട്ടുള്ളൂ. നല്ല ഓടിയിട്ടുണ്ട്. അത് കൊടുക്കുന്ന ചായയാണ്. അത് ക്ഷീണത്തിന് കൊടുക്കുന്നതാണ്. കട്ടൻ നല്ല സ്ട്രോങ് ചായ കൊടുക്കും. അതിന് തുണക്ക് കൊടുത്താൽട്ടാ അത് പൊടിച്ചല്ലോ. ഇത് എടപ്പൂട്ടാണ്, വളകര കണ്ടത്തിലാണ്. കുറച്ച് ജോഡി കന്നുള്ളൂ. 10-20 ജോഡിയൊക്കെ ഉണ്ടാവും. ഇവിടെ കാര്യമായിട്ട് പേരിലുള്ള കന്നുകളൊന്നുമില്ല. ഒക്കെ പുതിയതായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കണൊക്കെ. ഈ എടപ്പൂട്ടിന് അതേ ഉണ്ടാവുള്ളൂ. പിന്നെ ചൂടല്ല, ഭയങ്കര ചൂടാപ്പം. ചൂടായതുകൊണ്ട് ആരും ഒരാളെ കൊണ്ടുവരില്ല. അതൊക്കെ ഈ പുതിയ കന്നുള്ളതുകൊണ്ട് ഒക്കെ പൂട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നു. നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 3-4 ജോഡി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 2-3 ജോഡിയൊക്കെ പെരയിലുണ്ട്. ഞങ്ങൾ മാട്രപ്രദേശാണ്. മാട്രപ്രദേശ് സിദ്ദീഖാബാദ് എന്ന് പറയും. ഇത് വേങ്ങരക്കാരൻ ബാവാൻ്റെ അടുത്തുണ്ട്. 2 ജോഡി 1 ജോഡിയൊക്കെ ഉണ്ട്. അതെ വലിയ ഇവിടെ കൊണ്ടുവരാ. ഇതൊക്കെ മൂരാളുള്ള കന്നുള്ളവരെല്ലാം മൂക്കയച്ചു നോക്കിയാ. അത് നന്നാക്കി ഓടി. പുതിയ തന്നാണ്. ഇല്ല, ഇത് പുതിയതാ. നമ്മളവിടെ കപ്പ് അമ്പായിക്കോട്ട് നിന്നാണ് കപ്പെടുത്തത്. ഇത് പുതിയത് ഇപ്പോൾ ഇവിടെ ചാളാരി ഈ ചന്തിപ്പട പറമ്പിൽപ്പിടിയൊക്കെ ചന്തിയിൽ നിന്ന് എടുത്തതാണ്. അതിങ്ങനെ പുതിയത് കൊണ്ടുവന്ന് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ ഓടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ നിർത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കി തിരിച്ച് ചന്തക്കോ ആർക്കെങ്കിലൊക്കെ. അത് ഇന്ന് നമ്മളിപ്പോൾ പുതിയതായിട്ട് കൊടുന്നതാണ്. ഇപ്പോൾ ഓടിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ലാതെ ഓടിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 4-5 കണ്ടൊക്കെ പൂട്ടാകുമ്പോൾ റെഡിയാകും. തീറ്റ സാധാരണ വൈക്കോല്, പുല്ല്, പിന്നെ സ്ഥിരമായിട്ട് മുതല കൊടുക്കും. അല്ലല്ല, ഇത് താന്നിക്കൽ കാളയാണിത്. ഇത് നമ്മുടെ അടുത്തായിട്ട് 3 മാസമായി. താന്നിക്കൽ പ്രദേശത്ത് പൂട്ടിക്കൊണ്ടിരുന്നതാണ്. ഇത് മുതലൂർ കാളാറിന്റെ കാളയാണ്. ട്രോഫിക്ക് നമ്മളിവിടെ പൂട്ടിക്കുന്ന 3 പ്രാവശ്യം നമ്മളിവിടെ ട്രോഫി 13-5, 13-6 അതിന്റെ തുണ മൂരി വേറെയാണ്. ഞാനിപ്പോ ഇത് പുതിയ മൂരി വന്നപ്പോ പൂട്ടാൻ വേണ്ടിട്ട് കഴിച്ചു കൊടുക്കുന്നതാണ്. ചൂടുകാലായതുകൊണ്ട് ഇറക്കാൻ കാണാവില്ല ചോദിച്ചപ്പോ പുതിയത് നമ്മളെടുത്തുണ്ടാകുമ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രോഫി എടുത്തില്ല. എടുത്തത് അമ്പായിക്കോട്ട്. അതെടുത്ത് അമ്പായിക്കോട്ട് നിർത്തത്. പിന്നെ അത് നമ്മളെടുത്ത് ചോന്ത മൂരി കറുത്തൊക്കെ ചെറിയ കാളിയില്ലേ, അതിമിലാണ് എടുത്തത്. അതേപോലെ വർഷങ്ങളോളം വല്ല ബാപ്പാര് ബെല്ലിപ്പാരൊക്കെ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. നമ്മള് വല്ലിപ്പാന്റെ വീട്ടിൽ തന്നെ പഴയ കാലത്തെ വീട്ടില് 4-5 ജോഡി ഇപ്പോഴും ഉണ്ട്. നല്ല വലിയ മുരികള്. മൊത്തം 7 ജോഡി മുരികളുണ്ട് ഇപ്പൊ. തറവാട്ടില് 2 ജോഡി ഉണ്ട്. എന്റെ അടുത്ത് 6 ജോഡി, 8 ജോഡി ഉണ്ട്. മൊത്തം 8 ജോഡി ഉണ്ട്. പിന്നെ ചെറിയ കന്നുകളൊക്കെ നമ്മള് ട്രെയിനിങ്ങിന് കൊടുത്ത് ഇറക്കിയതാണ്. ഇതൊക്കെ പുതിയത് വാങ്ങണാണ്. ഓടി കിട്ടിയാല് മെച്ചുണ്ടെങ്കിൽ നമ്മൾ നിർത്തും, ഇല്ലെങ്കിൽ ഒഴിവാക്കും. അതാണ് ആ കാള നിന്ന് പുതിയത് കൊടുന്നാണ്. ഒരു വെപ്പ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒരു പൂട്ടാൻ നിൽക്കുകയാണ്. ഈ നീല കെട്ട് കാണുന്ന കാളതാ ആ കാള. അതേപോലെ അവിടെ ഒരു ചുവന്ന കെട്ടുള്ള കാളക്കുട്ടി, അതും പുതിയതാണ്. ഇതൊക്കെ നിങ്ങൾ ചാളാരിന്ന് എടുക്കണ പുറത്തുനിന്ന് കൊണ്ടുണ്ടോ പാലക്കാട്? അല്ലെങ്കിൽ അത് ഞാൻ പിന്നെ കുന്താരപ്പള്ളിയിൽ നിന്ന് വന്നത്. നമ്മളെ നാണിപ്പിൻ്റെക്ക് വാങ്ങിയതാണ്. മഞ്ചേരി നാണിപ്പിൻ്റെക്ക് വാങ്ങിയതാണ്. ആ മൂരി ചാളാരിന്ന് താണിക്കൽ ചെറാപ്പിൻ്റെക്ക് നിർത്തതാണ്. ഇത് കുഞ്ഞുട്ടിയാക്കാൻ്റെ നിർത്തതാണ്. ഇത് പിന്നെ പോലെ പരിന്ന് നമ്മൾ ഒരു കാളക്കുട്ടിനെ കൊണ്ട് ട്രോഫി ഇറങ്ങിയ മൂരിയാണ്. ഇത് എന്റെ തോണ ഒരു ചുണങ്ങമൂരിയാണ്. അത് ഭയങ്കര പൊടിലേക്കൊക്കെ ഭയങ്കര വണ്ടി. ആ ചടക്കം പൊട്ടി പേടിച്ച മൂരി, ചടക്കം പൊട്ടിയിട്ട് പേടിച്ചതാണ്. ഇപ്പോൾ റെഡി ആയി വരുന്നുണ്ട്. അത് മുതലൊരു പൂട്ട് കഴിഞ്ഞാൽ ഒന്നാം പ്രൈസ് അടിച്ച പോലെ ചടക്കം പൊട്ടിച്ച്. അപ്പം മൂരി ഭയന്ന് ഓടി ആകെ കാലൊക്കെ കേടുന്നു. അപ്പോൾ ഓക്കെ റെഡി. ഇതിന്റെ തോണ വീട്ടിലാള്. ട്രോഫി 2-3 ട്രോഫിയൊക്കെ നേടിയിട്ടുണ്ട്.
അല്ല ഈ കണ്ണങ്ങല്ല 2 വർഷം മുമ്പ് വേറെ ജോഡിയായിരുന്നു. അതിൽ 2 വട്ടം ട്രോഫി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലുള്ള ഒരു ജോഡിയുണ്ട്. അതിന് ആയോ കഴിഞ്ഞു. കൊളകര കാളപ്പുട്ട് കണ്ടാണ് നമ്മളെ ബാവാസ് കാളപ്പുട്ട് കണ്ടാണ്. ഇവിടെ ഇന്ന് നടക്കുന്നത് എടപ്പൂട്ടാണ്. പിന്നെ മത്സരങ്ങളൊക്കെ ഇനി വരണമെങ്കിൽ മഴ പെയ്യണം. മഴ പെയ്യാതെ മത്സരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പുതിയ മുരികളെ കൊടുന്ന് ട്രെയിനിങ് നടത്തി അങ്ങനെയുള്ള പൂട്ടുകളെ നടക്കുള്ളൂ ഇപ്പോൾ. അല്ലാതെ മത്സരങ്ങളൊക്കെ നടക്കണമെങ്കിൽ മഴ പെയ്യാതെ, വെള്ളമില്ലാത്തതുകൊണ്ട് മഴ പെയ്യാതെ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല. കൊളകര എന്ന് പറയുന്ന ബാവാസിൻ്റെ കാളപ്പൂട്ട് കണ്ടത്തിലാണ് ഈ 25,000 കന്നുകൾ, പുതുമുരികളുണ്ട്, പഴമുരികളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാളപൂട്ട് നടക്കുന്നത്. കന്ന് കണ്ടത്തിനുള്ള ഏത് പൂട്ടായാലും കണ്ടത്തിന് വാടക കൊടുക്കണം. പിന്നെ അതേമാതിരി പൂട്ടേർക്ക് കൊടുക്കണം, ഒക്കെ കൊടുക്കണം. നല്ല ചിലവാണ്. ഇപ്പം നമുക്ക് ഒരു കന്ന് ഉടമകൾക്ക് ഒരു കന്ന് കൂട്ടുകാരനല്ല. എടപ്പൂട്ടിന് 500, 300. 500 വലിയ ജോഡിക്ക് 500, ചെറിയ ജോഡികൾക്ക് 300. ബി പൂട്ടിന് പിന്നെ 1000, എ പൂട്ടിന് 1500. പൂട്ടിന് വന്നാൽ 20,000-നും 15,000-ൻ്റെ ഉള്ളിൽ ചിലവ് വരും. നമ്മൾക്ക് വലിയ മത്സരത്തിൽ വലിയ ടീം ആളുകളൊക്കെ അതിലൊക്കെ ചിലവ് വരും. നമ്മൾ പിന്നെ ആളുകൾ കുറവായിരിക്കും നമ്മളൊക്കെ ആകുമ്പോൾ, സാധാരണക്കാരല്ലേ. പക്ഷെ വലിയ പൈസക്കാരാകുമ്പോൾ, വലിയ ടീമൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ 25,000, 30,000, 50,000 ഒക്കെ ചിലവുണ്ടാവും. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് അത്ര കൂടുതൽ ചിലവാക്കിക്കാണ്ടുള്ള പരിപാടി ഉണ്ടാവില്ല. 15-20 എന്തായാലും വരും. ദൂരത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വണ്ടിക്കൂലി തന്നെ 5,000-6,000 വണ്ടിക്കൂലി വരും. പിന്നെ പൂട്ടിക്ക് പണിക്കാർക്ക് കൊടുക്കണം. ഗ്രൗണ്ട് ഫീസ് 1,500 കൊടുക്കണം ഒരു ജോഡിക്ക്. ഇത് അങ്ങനെ തിരിച്ച് പ്രതീക്ഷിക്കേണ്ടല്ലേ. ഇതൊരു ആവേശം, അതാണ് മെയിനായിട്ട്. ഒരു ആവേശം. ഇതിപ്പോൾ ലാഭമില്ല. പിന്നെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, നല്ല ജോഡികളൊക്കെ നല്ല ട്രാക്കിൽ ഓടി കിട്ടിയാൽ ചിലപ്പോൾ വിലക്ക് വിൽക്കാൻ കഴിയും. അതിന് തന്നെ നമ്മൾ ഒരുപാട് പോയിട്ട് നല്ല ചിലവാക്കി പോയിട്ട് വളർത്തിയെങ്കിലേ അത് അങ്ങനെ ആകും. ഇത് നമുക്ക് എന്താ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു എൻജോയ്മെൻ്റ് ആണ് കാളപൂട്ട് പറഞ്ഞാൽ. അതൊരു ഹരം. ഇത് നമ്മളെ സ്വന്തം വിജയേട്ടനാണ്. പറഞ്ഞുകൊടുക്കുക ചേട്ടാ. വിജയേട്ടൻ പറയും. ഇനി ഞാൻ പറയില്ല, ഇനി നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ പഴയ തറവാട്ടുകാരാ. മാട്ര കുഞ്ഞാലുകുട്ടിയാക്കൻ്റെ മകൻ നാസറാക്കാറി. അനവധി കാളി മുറികളൊക്കെ പൂട്ടി പാരമ്പര്യമുള്ള ആൾക്കാരാണ്. പഴയ കാല കാളപൂട്ട് പ്രേമികളാണ് ഇവർ. നമ്മളെ പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ കാളപൂട്ട് സാധാരണ ഉണ്ടാവില്ല. അതെല്ലായിടത്തും നമ്മൾ പോകുന്നുണ്ട്. അത് ഒരാഴ്ച, ഒരു മാസത്തിൽ 2 പൂട്ടാണ് എയർപോർട്ടിലുണ്ടാകുക. കപ്പിന് വിളിക്കുന്ന പൂട്ട്. അത് ഈ കണ്ടം കഴിഞ്ഞാൽ അടുത്തത് എവിടെ വെച്ചാൽ എവിടേക്കാണ് വിളിച്ചിങ്ങനെ അങ്ങോട്ട് പോകും. അത് കണ്ടത്തിൻ്റെ ദൂരം ഒന്നും നോക്കിയിട്ടില്ല. എല്ലായിടത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ തോൽവി ഉണ്ടാകും, വിജയം ഉണ്ടാവും. അതൊന്നും അതിൽ ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഓടുന്ന മൂരികൾക്കാണ് ട്രോഫി കിട്ടുക. 2 റൗണ്ട് നല്ല സെക്കൻഡ് ഇറങ്ങിക്കും, 3-ാം റൗണ്ട് ചിലപ്പോൾ ഫോളോ ആവും. ഒരു കാല് പേച്ചാൽ മതി ഫൗളാകാൻ.